സൂറത്ത് ഇറങ്ങുകയാ. സൂറത്തുൽ ദുഹാ ഇറങ്ങിയത് എന്തിനു വേണ്ടിയാ? അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിന് സമാധാനം കൊടുത്തുകൊണ്ടാ. എന്തുകൊണ്ട് ജിബ്രീൽ വരുന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് സങ്കടപ്പെട്ടു പോയ പ്രവാചകനോട് അല്ലാഹു പറയുന്നു, നബിയേ അങ്ങ് കരയണ്ട നബിയേ, അങ്ങ് വിഷമിക്കണ്ട നബിയേ. പൊട്ടിക്കരയുന്ന കുഞ്ഞിനെ ഒരു മാറാവ് താലോലിക്കുന്ന സുഖത്തോട് അല്ലാഹു പടച്ചതമ്പുരാ ലോകത്തിന്റെ നായകനെ ആസ്വദിപ്പിക്കുകയാ. അതുകൊണ്ട് പണ്ഡിതന്മാര് പറയുന്നു, മനസ്സിൽ ടെൻഷനുള്ളവർ ഈ സൂറത്ത് ഓതുന്നത് നല്ലതാണ്. കട തുറന്നു, കച്ചവടമില്ല, ഒരു കച്ചവടവും ഇല്ല, വെറുതെ FM-ന്റെ പാട്ടും കേട്ട് ഇങ്ങനെ ഇരിക്കും. നാട്ടിലെങ്ങും പാട്ടായി, റേഡിയോ മാങ്കോ അതൊക്കെ കേട്ട് ഇങ്ങനെ ഇരുന്ന് ചെലവാകാത്ത അരി ഇങ്ങനെ കൈ കോരിയെടുത്ത് അല്ലാഹുവേ എന്ത് ചെയ്യാൻ പഠിച്ചു. ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നവർക്ക് സൂറത്തുൽ ദുഹാ നല്ലതാണ്. മനസ്സിൽ ടെൻഷനുള്ളവർക്ക്. ഇന്ന് പിന്നെ ഭാര്യ ഭർത്താക്കന്മാർക്ക് കണ്ടാൽ ശരിയാണെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ ടെൻഷനാ. ഭർത്താവ് വിചാരിക്കും, നേരത്തെ അവർക്ക് ആരാ മിസ് കോൾ അടിച്ചല്ല. അവള് തിരിച്ചിങ്ങോട്ട് ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കും. എന്തിനേറെ വിവാഹം കഴിഞ്ഞാൽ മണവറയിൽ ആദ്യമായിട്ട് ഭർത്താവ് ഭാര്യയോട് ചോദിക്കുന്നത്, നേരത്തെ ഏതെങ്കിലും ചെറുപ്പക്കാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു? തിരിച്ച് ഭാര്യ ഭർത്താവിനെ ചോദിക്കണതാ. ഉണ്ടായിരുന്നെന്ന് ഏതെങ്കിലും മടയുകൾ പറയോ? ഇല്ലെന്നല്ലേ പറയുള്ളൂ. പിന്നെ ഇതിനെ ചോദിക്കാൻ പോണേ? എത്ര ഉള്ളവരാണെങ്കിലും ഇല്ലെന്നേ പറയോ? കല്യാണത്തിന്റെ അന്ന് തന്നെ പറയോ? 5-6 മാസമൊക്കെ കഴിയുമ്പോൾ ചെറുതായിട്ട് പറഞ്ഞു തുടങ്ങും. അപ്പൊ അത് മനസ്സിന്റെ അകത്ത് ടെൻഷനാണ്. മനസ്സിന്റെ അകത്ത് സമാധാനമില്ലാത്തവരെ ഏത് ജോലിക്കിറങ്ങിയാലും കച്ചവടം നടക്കുന്നില്ല, ഏത് കടയിൽ ചെന്നിരുന്നാലും കച്ചവടം നടക്കുന്നില്ല, ഏത് സ്ഥാപനം തുടങ്ങിയാലും വിജയിക്കുന്നില്ല, കയ്യിൽ കാശ് വരുന്നില്ല, കടം തീരുന്നില്ല, സമാധാനമില്ല. അങ്ങനെയുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഭർത്താവ് 10-20 കൊല്ലമായി വിദേശ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെടുകയാ. ഇതുവരെ ഒരു 5 സെന്റ് ഭൂമി വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ മാസവും കാശയക്കുന്നുണ്ട്, പക്ഷേ കാശൊന്നിനും തികയുന്നില്ല എന്ന് പറഞ്ഞ് മനസ്സിന്റെ അകത്ത് സമാധാനമില്ലാത്ത മാണിക്കോത്തുള്ള പ്രിയപ്പെട്ട പെങ്ങളെ, ഓരോ മാസവും പെരുകി വരുന്ന പൈസയുടെ കണക്കോർത്തുകൊണ്ട്, കടത്തിന്റെ ഗതിയോർത്തുകൊണ്ട് കണ്ണുനീരോടുകൂടി അല്ലാഹുവിനെ ഓർക്കുന്ന മാണിക്കോത്തുള്ള പ്രിയപ്പെട്ട പെങ്ങളെ, എന്നു രോഗമാണ് ഉസ്താദേ, രോഗം മാറുന്നില്ല. ഒന്നാമത്തെ കുട്ടിക്ക് രോഗം മാറുമ്പോ രണ്ടാമത്തെ കുട്ടിക്ക് രോഗം വരികയാ. അതേ, ഒരു വീട് വെക്കാൻ വേണ്ടി കല്ലിട്ടിട്ട് കുറ്റിയടിച്ചിട്ട് നാടുകളേറെയായി, ഇതുവരെ ആ വീടിന്റെ പണി നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിന്റെ അകത്ത് സമാധാനം നഷ്ടപ്പെട്ടു പോയ ഈ സമുദായത്തിന്റെ സഹോദരങ്ങളോട്, സഹോദരിമാരോട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ഏത് സൂറത്താണ് നിങ്ങൾ ഓതേണ്ടതെന്ന് ചോദിച്ചാ റസൂലുള്ളാഹിയുടെ മനസ്സിന് സമാധാനം കൊടുത്ത, അല്ലാഹുവിന്റെ ഹബീബിന് ശാന്തത കൊടുത്ത, റസൂലുള്ളാഹിയുടെ കണ്ണുനീര് തുടച്ചുകൊണ്ട് വന്നിറങ്ങിയ സൂറത്തുൽ ദുഹാ വല്ലുഹാ വല്ലൈലി ഇദാ സജാ. ഈ സൂറത്ത് നിരന്തരം ഓതുന്നത് മനസ്സിന്റെ ടെൻഷൻ മാറ്റാൻ നല്ലതാ. അങ്ങനെ ആ സൂറത്ത്